ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും തങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ അയൽവാസികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളുമായിട്ടൊക്കെ ആദരവപൂർവ്വം ഇടപെടുവാനും വിശ്വാസത്തോടെയും അനുകമ്പയോടെയും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യാൻ കഴിയുക? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സത്യം, രക്ഷ, ആരാധന, നിത്യജീവിതം എന്നിവയെക്കുറിച്ചുള്ള ഒരാളുടെ ധാരണയെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പം ചരിത്രത്തിൽ ഉടനീളം ക്രിസ്തു മാർഗവും ഇസ്ലാം മതവും ഈ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് നൽകിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. പ്രിയമുള്ളവരെ, ഏവർക്കും സ്നേഹവന്ദനം. ചില ആളുകൾ ചോദിക്കാറുണ്ട്, ക്രൈസ്തവ വിശ്വാസത്തിലുള്ള ദൈവം തന്നെയല്ലേ ഖുറാനികമായിട്ട് അള്ളാഹുവും എന്നുള്ളത്? അപ്പോൾ അതിനെക്കുറിച്ചൊരു താരതമ്യ പഠനം അനിവാര്യമായിട്ട് അനേക വർഷങ്ങളായി ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, പല ക്ലാസ്സുകൾ എടുക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ഗ്രന്ഥം തന്നെ ഇതിനെക്കുറിച്ച് എഴുതണം എന്ന് ആഗ്രഹിക്കുകയും അങ്ങനെ ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പതിപ്പ് എഴുതുവാൻ തക്കൊണ്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പൊരുൾ എന്താകുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകാൻ തക്കവണ്ണം ഞാനത് മലയാളത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ഇതൊരു പുസ്തകമായിട്ട് പിന്നീട് പബ്ലിഷ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയും സഹകരണവും ഞാൻ അഭ്യർത്ഥിക്കുകയും കൂടിയാണ്. അല്ലാഹുവും ബൈബിളിലെ ദൈവവും, ഇതാണ് എൻ്റെ വിഷയം. ഇസ്ലാമികവും ബൈബിൾ പരവുമായ വെളിപാടുകളിലൂടെ ദൈവത്തെയും യേശുവിനെയും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പഠനത്തിലൂടെ നമ്മൾ ലക്ഷ്യമാക്കുന്നത്. ഇതിൻ്റെ മുഖവരിയായിട്ട് ആരാണ് ദൈവമെന്നും ആരാണ് യേശു ക്രിസ്തു എന്നുള്ള ചോദ്യങ്ങൾ മാനവ ചരിത്രത്തിൻ്റെ ഗതിയെ തന്നെ രൂപപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഏതൊരാൾക്കും ചോദിക്കാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളായി ഇവ ഇന്നും നിലനിൽക്കുന്നു. ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സത്യം, ആരാധന, ധാർമ്മികത, രക്ഷ, സൃഷ്ടാവുമായുള്ള നമ്മുടെ ബന്ധം എന്നിവയെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നതിന് യാതൊരു സംശയമില്ല. ഇന്ന് ക്രിസ്തു മാർഗവും ഇസ്ലാം മതവും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ട് മതങ്ങളായി കണക്കാക്കപ്പെടുന്നു. എല്ലാ രാജ്യങ്ങളിലും ഭാഷകളിലും സംസ്കാരങ്ങളിൽ നിന്നുള്ള കോടിക്കണക്കിന് ആളുകൾ ഇവ പ്രതിനിധീകരിക്കുന്നു എന്നതിന് യാതൊരു സംശയമില്ല. ഇരു വിഭാഗങ്ങളും ഏകദൈവത്തിലുള്ള വിശ്വാസത്തെ സ്ഥിരീകരിക്കുകയും ദൈവിക വെളിപാടിനെ അംഗീകരിക്കുകയും ചരിത്രത്തിലെ ശ്രദ്ധേയനായിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് യേശുവിനെ തിരിച്ചറിയുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ദൈവത്തിൻ്റെ വ്യക്തിത്വം, യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം, ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൻ്റെ അർത്ഥം, മനുഷ്യൻ ദൈവവുമായി അനുരഞ്ജനപ്പെടുന്ന വഴി എന്നിവയെക്കുറിച്ച് ഈ രണ്ട് മതങ്ങൾക്കും വളരെയധികം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഉപരിവിപ്ലവമായ താരതമ്യപ്പെടുത്തലുകൾക്ക് പകരം ശ്രദ്ധാപൂർവമായിട്ടുള്ള പഠനത്തിന് ഒരു പ്രോത്സാഹനം നൽകുക എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങളുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. മുസ്ലിം സഹോദരങ്ങളുടെയും ക്രിസ്തീയ വിശ്വാസികളുടെയും വിശ്വാസങ്ങളെ അപമാനിക്കാനോ പരിഹസിക്കാനോ തെറ്റായി ചിത്രീകരിക്കാനോ ഇതിലൂടെ ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ല. പകരം ഇസ്ലാമിൻ്റെയും ബൈബിളിൻ്റെയും പഠിപ്പിക്കലുകളെ അവയുടെ പ്രാഥമിക സ്രോതസ്സുകളിലൂടെ സത്യസന്ധമായും ആദരവോടെയും ചിന്താപൂർവവും പരിശോധിക്കുവാൻ ഇതിലൂടെ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലെ താളുകളിലൂടെ അല്ലെങ്കിൽ ഇതിലെ ഓരോ ഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഖുറാനെയും ഉചിതമായ സ്ഥലങ്ങളിൽ അംഗീകൃത ഹദീസ് സാഹിത്യത്തെയും പരാമർശിച്ചുകൊണ്ട് ഇസ്ലാമിക വിശ്വാസങ്ങളെ കൃത്യമായി അവതരിപ്പിക്കുവാനായിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അത് ഇതിൽ കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വിശുദ്ധ ബൈബിളിലെ പഴയതും പുതിയതുമായ നിയമങ്ങളുടെ ശ്രദ്ധാപൂർവമായിട്ടുള്ള പഠനത്തിലൂടെ വിശുദ്ധ ബൈബിളിൽ നിന്ന് തന്നെയാണ് ക്രിസ്ത്യൻ സിദ്ധാന്തങ്ങൾ അവതരിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഓരോ വിഭാഗത്തെയും അവരുടെ ശരിയായ പശ്ചാത്തലത്തിൽ മനസ്സിലാക്കാൻ ശ്രോതാക്കളെ ഞാൻ ശ്രമിപ്പിക്കുന്നതായിരിക്കും. ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം, ദൈവശാസ്ത്രപരമായിട്ടുള്ള വ്യാഖ്യാനം, പണ്ഡിതോചിതമായിട്ടുള്ള ചർച്ചകൾ എന്നിവ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകളിൽ നിങ്ങളുമായിട്ട് അഭിമുഖീകരിക്കുന്നത്. മാത്രമല്ല, ഒരു ഇവാഞ്ചലിക്കലെ പട്ടക്കാരൻ എന്നുള്ള നിലയിൽ ബൈബിൾ ദൈവത്തിൻ്റെ പ്രചോദിതവും വിശ്വസനീയവുമായ വചനമാണെന്നും യേശു ക്രിസ്തു മനുഷ്യർക്ക് ദൈവത്തിൻ്റെ ഏറ്റവും പൂർണ്ണമായ വെളിപ്പാടുമാണെന്നുള്ള ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോകളൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ബോധ്യം സ്വാഭാവികമായും ഈ വീഡിയോകളുടെ കാഴ്ചപ്പാടിനെ രൂപപ്പെടുത്തുന്നുണ്ട്. അതേസമയം വ്യത്യസ്ത വിശ്വാസങ്ങൾ പുലർത്തുന്നവരെ അന്തസ്സോടെയും നീതിയോടെയും ബഹുമാനത്തോടെയും പെരുമാറേണ്ടതിൻ്റെ പ്രാധാന്യവും
ഞാൻ മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഓരോ വിശ്വാസവും കൃത്യമായി പ്രതിനിധീകരിക്കപ്പെടുകയും വിയോജിപ്പുകൾ വിനയത്തോടും സത്യസന്ധതയോടും കൂടി പ്രകടിപ്പിക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളുടെ ഈ ആശയവിനിമയം കൃത്യമായി എല്ലാവരിലേക്കും എത്തുക. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് അവരുടെ വിശ്വാസത്തെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനും തങ്ങളുടെ മുസ്ലിം സഹോദരങ്ങളുമായിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ അയൽവാസികളായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങളുമായിട്ടൊക്കെ ആദരവപൂർവ്വം ഇടപെടുവാനും വിശ്വാസത്തോടെയും അനുകമ്പയോടെയും എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് തമ്മിൽ പരസ്പരം ചർച്ച ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ കൂടെയൊക്കെ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അതാണ് എൻ്റെ പ്രാർത്ഥനയും. നിങ്ങളുടെ മുമ്പാകെ ഇത് അർപ്പണം ചെയ്യുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നു, ഇതിൽ എൻ്റെ മുസ്ലിം സഹോദരങ്ങൾ സത്യം അന്വേഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അപ്പോൾ ദൈവത്തെയും യേശു ക്രിസ്തുവിനെയും കുറിച്ചുള്ള ബൈബിൾ സാക്ഷ്യം തുറന്ന മനസ്സോടെയും ആത്മാർത്ഥതയോടെയും ക്രിസ്തീയ വിശ്വാസത്തെ അതിൻ്റെ സ്രോതസ്സുകളിൽ നിന്ന് മനസ്സിലാക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ പരിശോധിക്കുവാൻ ഞാൻ വളരെയധികം സഹായിക്കും എന്നുള്ളതും കൂടെ ഓർപ്പിക്കുകയാണ്. അപ്പം വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ടൊരു വാക്യം പറയുന്നത് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യത്തിൽ എല്ലാം പരിശോധിക്കുവീൻ, നല്ലതിനെ മുറുകെ പിടിക്കുവീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു തിരുവെഴുത്തുകളുടെ ക്ഷണം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ സകല സത്യത്തിൻ്റെയും ദൈവം നമ്മുടെ എല്ലാവരുടെയും ജ്ഞാനത്തെയും അറിവിനെയും ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലേക്ക് നമ്മളെ നടത്തുവാൻ തക്കോണം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സോളി ഡിയോ ഗ്ലോറിയ, ദൈവത്തിന് മാത്രം മഹത്വം അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് എൻ്റെ വീഡിയോ ഓരോന്നോരോന്നായിട്ട്. അതിൽ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് ആരാണ് ദൈവം എന്നും ആരാണ് യേശു ക്രിസ്തു എന്നുള്ള ചോദ്യങ്ങൾക്കുള്ള മറുപടികളാണ്. അപ്പോൾ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ സത്യം, രക്ഷ, ആരാധന, നിത്യജീവിതം എന്നിവയെക്കുറിച്ചുള്ള ഒരാളുടെ ധാരണയെ രൂപപ്പെടുത്തുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അപ്പോൾ ചരിത്രത്തിൽ ഉടനീളം ക്രിസ്തു മാർഗവും ഇസ്ലാം മതവും ഈ അടിസ്ഥാന ചോദ്യങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് നൽകിയിട്ടുള്ളതെന്ന് നമുക്കറിയാം. ഇരു വിഭാഗങ്ങളും ഏകദൈവത്തിലുള്ള വിശ്വാസത്തെ സ്ഥിരീകരിക്കുകയും യേശുവിനെ ശ്രദ്ധേയമായ രീതിയിൽ ബഹുമാനിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്വഭാവം, യേശുവിൻ്റെ വ്യക്തിത്വം, യേശുവിൻ്റെ ദൗത്യം, രക്ഷയുടെ വഴി എന്നിവയെക്കുറിച്ച് അഗാധമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളിൽ തന്നെയാണ് ഇന്നും നിലനിൽക്കുന്നത്. അപ്പോൾ ദൈവത്തെക്കുറിച്ചും യേശുവിനെക്കുറിച്ചും ഇസ്ലാമിലെയും ബൈബിളിലെയും ആശയങ്ങളെ നമ്മൾ സൂക്ഷ്മവും ആദരണീയവുമായി ബൈബിൾ പരമായിട്ട് ഉറച്ചതുമായ ഒരു താരതമ്യം നൽകുന്നതാണ് ഈ ഭാഗത്തെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതൊരു ശത്രുത വളർത്തുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വിശ്വാസത്തെ പരിഹസിക്കുവാനോ ചെയ്യുന്നില്ല എന്നുള്ളതും വളരെ കൃത്യമായിട്ട് പറയട്ടെ. പകരം പ്രാഥമിക സ്രോതസ്സുകളെക്കുറിച്ചുള്ള ചിന്താപൂർവമായ പഠനത്തെ പ്രോത്സാഹിപ്പിക്കുവാനും തിരുവെഴുത്തുകളിൽ വെളിപ്പെടുത്തിയ പ്രകാരം എന്താണ് ദൈവത്തെക്കുറിച്ചുള്ള ക്രിസ്തീയ ധാരണ എന്നുള്ളത് അവതരിപ്പിക്കാനും ഇതിൽ കൂടെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ഇസ്ലാമിക വിശ്വാസം ദൈവത്തിൻ്റെ ഏകത്വത്തെ പ്രഖ്യാപിക്കുകയും ദൈവത്തിൻ്റെ മഹത്വം, പരമാധികാരം, കരുണ, നീതി എന്നിവയ്ക്ക് ഊന്നൽ നൽകുകയും ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അതേപോലെ ക്രിസ്തീയ വിശ്വാസവും അതുപോലെ തന്നെ ഒരേ ഒരു സത്യദൈവം മാത്രമേ ഉള്ളൂ എന്നും വളരെ കൃത്യമായിട്ട് പ്രഖ്യാപിക്കുന്നു. എങ്കിലും ദൈവം തന്നെ പിതാവായും പുത്രനായും പരിശുദ്ധാത്മാവായും വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പഠിപ്പിക്കുന്നു. യേശു ക്രിസ്തു കേവലം ഒരു പ്രവാചകനല്ല, മറിച്ച് തൻ്റെ മരണത്തിലൂടെയും പുനരുദ്ധാനത്തിലൂടെയും ലോകരക്ഷയ്ക്കായി മനുഷ്യനായി തീർന്ന ദൈവത്തിൻ്റെ നിത്യപുത്രനാണെന്ന് ക്രിസ്തീയ വിശ്വാസികൾ ഏറ്റുപറയുന്നുണ്ട്. അപ്പം ഇവ വ്യത്യസ്തമായ അവകാശവാദങ്ങളാണ്. അവ ശ്രദ്ധാപൂർവമായ പരിശോധന അർഹിക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതിനാൽ ദൈവത്തിൻ്റെ സ്വഭാവം, ദൈവിക വെളിപ്പാട്, യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വം, ക്രൂശീകരണം, പുനരുദ്ധാനം, പാപം, കൃപ, രക്ഷ, നിത്യജീവിതത്തിൻ്റെ പ്രത്യാശ തുടങ്ങിയ വിഷയങ്ങളിൽ ഖുറാനിലെയും ബൈബിളിലെയും പഠിപ്പിക്കലുകളെ ഞാൻ ഈ വരുന്നതായിട്ടുള്ള വീഡിയോകളിലൂടെ അല്ലെങ്കിൽ സീരീസ് ഓഫ് സ്റ്റഡീസിലൂടെ താരതമ്യം ചെയ്ത് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിയുന്നിടത്തെല്ലാം
ഇസ്ലാമിക വിശ്വാസങ്ങൾ ഖുറാനിൽ നിന്നും അംഗീകൃത ഇസ്ലാമിക സ്രോതസ്സുകളിൽ നിന്നും അവതരിപ്പിക്കുകയാണ് ഞാൻ ഉദ്യമിക്കുന്നത്. അതേസമയം ക്രിസ്ത്യൻ സിദ്ധാന്തങ്ങൾ പഴയതും പുതിയതുമായ നിയമങ്ങളുടെ ശ്രദ്ധാപൂർവമായ പഠനത്തിലൂടെ വിശദീകരിക്കുകയും ചെയ്യാനായിട്ട് ശ്രമിക്കും. അപ്പം ഈ പഠനത്തിൻ്റെ ഉദ്ദേശം ഒരു വാദപ്രതിവാദത്തിന് വേണ്ടി എടുക്കുന്നതല്ല, മറിച്ച് പരസ്പര ധാരണയും സത്യസന്ധമായ കാര്യങ്ങൾ ശ്രദ്ധാപൂർവമായ ചിന്തയോടുകൂടെ നമ്മളെ ഗ്രഹിക്കാൻ തക്കവണ്ണം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. അപ്പോൾ തെളിവുകൾ പരിശോധിക്കാനും തിരുവെഴുത്തുകൾ സ്വയം വായിക്കുവാനും തുറന്ന മനസ്സോടെ യേശു ക്രിസ്തുവിൻ്റെ അവകാശവാദങ്ങളെ പരിഗണിക്കാനും ഞാൻ എൻ്റെ ശ്രോതാക്കളെ ക്ഷണിക്കുകയാണ്. അപ്പോൾ യേശുവിൻ്റെ ക്ഷണം ബൈബിൾ ഇങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്: നിങ്ങൾ സത്യത്തെ അറിയും, ആ അറിയപ്പെടുന്ന സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ 32-ാം ആയത്തിൽ അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഓരോ ശ്രോതാവും ആത്മാർത്ഥതയോടും വിനയത്തോടും ദൈവത്തിൻ്റെ മുമ്പാകെയുള്ള ഭക്തിയോടും കൂടി സത്യത്തെ അന്വേഷിക്കണം എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ഇത് ചെയ്യുമ്പോൾ എൻ്റെ പ്രാർത്ഥന. ഏത് നിഗമനങ്ങളിൽ എത്തിച്ചേർന്നാലും അവ തെളിവുകളുടെ സത്യസന്ധമായ പരിശോധനയിൽ നിന്നും സത്യം എവിടേക്ക് നയിക്കുന്നുവോ അവിടേക്ക് പോകുവാനുള്ള സന്നദ്ധതയിൽ നിന്നും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതാണ്. അപ്പോൾ ഈ ഒരു പഠനം പരസ്പര ധാരണ വർദ്ധിപ്പിക്കുകയും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിലുള്ള ആദരപൂർവമായ സംഭാഷണങ്ങളെ പ്രോത്സാഹിപ്പിക്കാനും വിശ്വാസികളുടെ വിശ്വാസത്തെ ശക്തിപ്പെടുത്തുവാനും എല്ലാ ശ്രോതാക്കളെയും ദൈവത്തെ ആത്മാർത്ഥമായിട്ട് അന്വേഷിക്കുവാനും പ്രചോദിപ്പിക്കുകയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലേക്ക് നിങ്ങളെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്ത എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.